പണിൻ്റെ അടിയിൽ കൂടി നമ്മളെ ഷിഹാബ് എത്തിയിട്ടുണ്ട്. ഷിഹാബ് എന്തോ കൊടുന്നിക്കണ എനിക്ക്. ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ മോർണിംഗ് നമ്മളെ കുക്ക് എണീറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടാണ്. ഇപ്പോൾ ടൈം ഏകദേശം 5:30-6 മണി ആവണുള്ളൂ കേട്ടോ. ലൈറ്റൊക്കെ പോകുമ്പോൾ പിന്നെ ലൈറ്റ് ഇട്ടിച്ചിട്ടാണ്ട് പോകും. രാവിലെയാണ്. അപ്പം ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം എന്ത് ചെയ്യുക, സ്കൂൾക്ക് പോകാനുള്ള ഫ്രഷ് ആവാം. അങ്ങനെ നേരം പരവരാ വെളുത്തിട്ടുണ്ട്. നമ്മളെ കുളി, നിസ്കാരം, ഡ്രസ്സ് മാറ്റൽ പരിപാടികളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴത്തേന് ഏകദേശം ഈ ഒരു വെളിച്ചമായിട്ടുണ്ട്. 7 മണിയായിട്ടപ്പോൾ ഇനി നേരെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് റിവേഴ്സ് ചെയ്തിട്ട് അതിന് മുമ്പായിട്ട് തന്നെ വണ്ടീൻ്റെ അകത്ത് എന്തെങ്കിലും കച്ചറ കാര്യങ്ങളുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. രാത്രി കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാൽ അത് നോക്കിയില്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. അവർ വന്ന് കയറുമ്പോൾ എന്തെങ്കിലും വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വെറുതെ കേൾക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ തന്നെ നോക്കും. വന്നിട്ട് ആ വടിയിൽ ഒരു ഡങ്കിൻ്റെ ഒരു ഇത് കിടക്കുന്നുണ്ട്. ഡോണാറ്റ് എന്തോ വാങ്ങിയതേന്ന്. പിന്നെ ക്ലീനക്സ് താഴെ അപ്പുറത്തൊന്നും കാണുന്നില്ല, ഓക്കെയാണെന്ന് താഴെ ഒന്നുണ്ട്. അങ്ങനെയൊക്കെ ഓരോ സാധനം അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കുക. അതുപോലെ സീറ്റിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുണിയിടുക. എന്തെങ്കിലും പൊടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൊണ്ട് വലിച്ചാൽ മതി, അത്രേ ഉള്ളൂ. അതുപോലെ ഞാൻ അപ്പുറത്തെ സൈഡൊന്ന് നോക്കുക, അതുപോലെ ഫ്രണ്ട് സൈഡിലും നോക്കുക. നമ്മൾ ഡ്രൈവർ ഇരിക്കുന്ന സ്ഥലത്ത് പിന്നെ വല്ലാതെ പൊടിയൊന്നും ഉണ്ടെങ്കിലൊന്നും പ്രശ്നമില്ല. പക്ഷേ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല ക്ലിയർ ആയിരിക്കണം. അത് മാത്രമല്ല, വണ്ടി എപ്പോഴും ക്ലിയറാക്കി ശ്രദ്ധിച്ച് നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. അവർ കയറുമ്പോൾ വണ്ടി വൃത്തിയിൽ കിടന്നോളും. അപ്പോൾ ഈ സൈഡിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കുറച്ച് പൊടി കാര്യങ്ങളുണ്ടായിരുന്നു, അതിങ്ങനെ തട്ടി. അതുപോലെ ഇവിടെ ഒരു ബോട്ടിലിരിക്കുന്നുണ്ട്, വെള്ളമാണ്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാം. ഫ്രണ്ടിൽ ഓക്കെയാണ്, കുഴപ്പങ്ങളൊന്നുമില്ല, കച്ചറൊന്നും കാണുന്നില്ല. അപ്പോൾ ഇത് വെള്ളം നമുക്ക് നേരെ എന്തായി കച്ചറ ഡ്രമ്മ് ഇടണ്ട, നേരെ ഇവിടെയുള്ള ഈ മരത്തിനണ്ട് ഒഴിച്ചു കൊടുക്കാം. ഫൈസലോടെ മരങ്ങൾക്കൊക്കെ വെള്ളം കൊടുക്കുന്നുണ്ട്. വണ്ടി വേറെ റിവേഴ്സ് ടൈം ഒരുപാടായി തോന്നുന്നു. നമ്മുടെ ഈത്തപ്പന മരം ക്ലീൻ ആക്കാനുള്ള ടൈമായിട്ടുണ്ട്. കാരണം ഇതിൻ്റെ അതിൽ ഇതാണ്ട് അത് ഓപ്പൺ ആയി തുടങ്ങി. ഇനിയിപ്പോൾ ഇതിമ്പോൾ എന്താ അറിയാം, നമ്മൾ നബാത്ത് അത് വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ മുള്ളൊക്കെ വെട്ടി ഇതിൻ്റെ പട്ടൊക്കെ വെട്ടൊന്ന് ക്ലീനാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് നമുക്ക് ചെയ്യണം. എന്നാലാണ് നമുക്ക് ഈ വർഷം നല്ല അടിപൊളി ഈത്തപ്പഴം കഴിക്കാൻ പറ്റുള്ളൂ. ആകെ ഒരു മരമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് നല്ല രീതിയിൽ കൊണ്ടുവന്നാലേ നമുക്ക്. ഞാൻ തന്നെ കേട്ടോ ഫുള്ള് പറിക്കൽ, ഇതിൻ്റെ ബോസ് എടുക്കൽ വളരെ കുറവാണ്. ഞാൻ തന്നെ ഫുള്ള് ക്ലീനാക്കി റെഡിയാക്കലാണ്. അപ്പം ഇന്ന് നമുക്ക് പറ്റുകയാണെങ്കിൽ ഇന്ന് ഫുള്ളൊന്ന് റെഡിയാക്കാം. നമുക്കിന്ന് കണ്ടില്ല, റെയിൻ്റെ അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കണില്ല. ഗ്ലാസ്സിലൊക്കെ വെള്ളം, നല്ല മഴയാണ് മക്കളെ. മഴ കുട ക്ലൈമറ്റൊക്കെ ഭയങ്കര ക്ലൗഡിയാണ്, ക്ലൗഡി. അപ്പോൾ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതാ ഫിൽറ്റർ
മുമ്പ് ഞാൻ അതുപോലെ അയച്ചപ്പോൾ എൻ്റെ കയ്യിൽ നിന്നൊന്ന് പൊട്ടിപ്പോയിരുന്നു. അപ്പോൾ ഞാനത് രണ്ടാമത് അതിന് ജോയിൻ്റ് കൊടുത്ത മുമ്പ് പ്ലാസ്റ്റിക്കിൻ്റെ രണ്ടും കൂടി ജോയിൻ്റ് എന്നിട്ട് പ്ലാസ്റ്റിക്കിൻ്റെതായിരുന്നു ജോയിൻ്റ് വന്നിരുന്നത്. അപ്പോൾ അത് എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഒരു പ്രാവശ്യം അയച്ചപ്പോൾ പൊട്ടിപ്പോൾ ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ രണ്ടും എടുത്ത് നല്ല രീതിക്ക് തന്നെ സോപ്പൊക്കെ ഇട്ടിട്ട് വാഷ് ചെയ്ത് രണ്ടാമത് നമ്മളത് റീസെറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഫിൽറ്ററിൻ്റെ പൈപ്പ് കൊടുത്തിട്ട് ആ വെള്ളം വരുന്നത് ദിമെന്ന് കണ്ടെങ്കിൽ അതിൻ്റെ തലപ്പത്തു നിന്നാണ് പൈപ്പ് എടുത്തിട്ടാണ് ഫിൽറ്ററിന് വെള്ളം കൊടുത്തിരുന്നത്. പക്ഷേ എങ്കിൽ നമുക്ക് അങ്ങോട്ട് ലെഫ്റ്റ് റൈറ്റൊക്കെ ആ പൈപ്പ് തിരിക്കാൻ പറ്റുന്നില്ല, രണ്ട് സിങ്കും നമുക്ക് പൈപ്പ് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ മുകളിൽ നിന്നുള്ള ആംഗിൾ വാൾവ് നീന്ന് മുമ്പ് എടുത്തത്. പക്ഷേ ഈ ആംഗിൾ വാൾവ് എപ്പോഴും ഓപ്പൺ ആക്കും ക്ലോസ് ആയും ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ ഫിൽറ്ററിൻ്റെ ഇത് കംപ്ലയിൻ്റ് ആവുന്നുണ്ട്. ആ ആംഗിൾ വാൾവ് പെട്ടെന്ന് കംപ്ലയിൻ്റ് ആയിട്ട് പിന്നെ വെള്ളം ലീക്കായി കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഞാനത് വേറെ രീതിയിൽ ഇപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ സെപ്പറേറ്റ് ഒരു ടാപ്പ് ഓപ്പൺ ആക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് പണിയിലേക്ക് പോവാം. അങ്ങനെ മക്കളെ നമ്മളെ ഫിറ്റിങ് കഴിഞ്ഞ് ഉണ്ട്. പ്ലംബർമാരെ നമ്മൾ പിരാവരുത് കേട്ടോ. സംഭവം ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. എന്നാലും ഇതാവുമ്പോൾ എന്താ അറിയോ, ഈ ആംഗിൾ വാൾവ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആണത് പരിഹരിക്കപ്പെടും എന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ സുഖമാണ്, വെള്ളം ഓപ്പൺ. മറ്റേ ഇതിങ്ങനെ തിരിച്ചിട്ട് വെള്ളം എടുക്കണമായിരുന്നു. ഇപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ആക്കിയാൽ വെള്ളം അവിടെ വരും. നേരെ ക്ലോസ് ചെയ്താൽ പരിപാടി തീർന്നു. ഇതേപോലെ തന്നെ ഉള്ളത്തും ചെയ്തിട്ടാ. ഇത് ഉള്ളത്താണ് കേട്ടോ. ഉള്ളത്തും ഏകദേശം അതേ ഇത് തന്നെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം എന്തായാലും സംഭവം ക്ലിയർ. എങ്ങനെയുണ്ട് നമ്മളെ പണി? ഇങ്ങനെ ഓരോ തരികട പണികളൊക്കെ നമുക്ക് അറിയട്ടോ. എന്തായാലും അതൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. പെർഫെക്റ്റ്. പണീൻ്റെ അടിയിൽ കൂടി നമ്മളെ ഷിഹാബ് എത്തിയിട്ടുണ്ട്. ഷിഹാബ് എന്തോ കൊടുന്ന് നിൽക്കണ എനിക്ക്. അസ്സലാമു അലൈക്കും. എന്തൊക്കെ കൊടുന്നേക്കണേ? ആട്ടർച്ചയാ? ആൾക്കാർ പറഞ്ഞ മോശമായിട്ട് എൻ്റെ അറബി വീടാണ്. തോനണ്ടാ? മാഷാ അല്ലാ. ഞാൻ ഉണ്ടാക്കി വെച്ച് തിന്നാൻ പറ്റുമോ? അല്ല, കുരുമുളകൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയാണ്ടല്ല, ഡ്രൈ ആക്കിയിട്ട് ലൈറ്റ് ഗ്രേവി. അതെ, തുറന്നില്ലേ ഈ പത്തായം പോലത്തെ വണ്ടിയും. ഇത് അയാസ്, മറ്റേ അയാസ് വണ്ടിനെ കൂടെ വലിപ്പുണ്ടോ? വെൽഫെയർ
ഇതെന്താണ് കമ്പൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഇറച്ചി തോനുണ്ടാ മാഷാ ഓരോ കീസാക്കി കൊണ്ടെടുക്കാളെ ജി ശുക്രാൻ ശുക്രാൻ ആ ഒരട്ടം തന്നാ മതി എന്നുണ്ടെങ്കിൽ ഇത് മതി ഇത് തോനെ തന്നാ ഞാൻ മേങ്ങും അല്ല അപ്പൊ അതെനിക്ക് തന്നെ ഇത് മറ്റേ മുടിയാച്ചിന് അരച്ചോണ്ടല്ലോ മാഷാ മാഷാ ശുക്രൻ ശുക്രൻ ജസാക്കുമുല്ലാഹ് ഖൈർ. ഇതെന്താ ഇവിടുന്ന് ഫാമിന്ന് വരാനുള്ള ജി കോണൊന്നും വേണ്ട. എന്തായാലും സന്തോഷം. അപ്പൊ ഇനി ഓരോന്നുണ്ടാക്കല്ലേ ഒന്നുണ്ടാക്കിട്ട് നമുക്ക് പൊറാട്ട കൊണ്ടിരണ നല്ല ഗ്രേവി ആക്കിട്ട് നല്ല സ്പൈസി ആയിട്ട് എന്താ പരിപാടി എന്നിട്ട് പോവാ ഇറച്ചൊക്കെ തന്നേച്ച് അല്ലാത്ത ചക്കരച്ചോറ് അബുദാബിന്ന് എന്നിട്ട് ഉച്ചക്ക് തരാത്ത ഞാൻ പാത്രം തൊണ്ടിട്ടെ അല്ല അറിയാതെ കൊണ്ടുപോകണോന് അടിപൊളി ചക്കരച്ചോറ് ചക്കരച്ചോറ് ഇത് ചക്കരച്ചോറല്ല എന്താണ് പായസമായിരിക്കാണ് സാധനം കണ്ണൂർ സ്പെഷ്യലാണ്. നല്ല സ്മെല്ലുണ്ടല്ലോ. നല്ല സ്മെല്ലില്ലേ? ഞാൻ പാത്രം എടുത്തിട്ട് കേട്ടാ വേഗം കട്ടിക്കോ എന്നാ പാത്രക്ക് റെഡിയാണ്. പാത്രമൊക്കെ അവിടുത്തെ റൂമ് എന്റെ തരികട എടുത്ത് വേഗം കൊണ്ട കണ്ട് എന്താ പൗതി ഒന്നും വേണ്ടറാ ലേസം മതി ടേസ്റ്റ് ഒക്കെ. ഇതെന്താ അലുവ കഷ്ണമായി ആ സല്ലാജിൽ വെച്ചേരാ. മാഷാ അല്ലാ മാഷാ അല്ലാ. അപ്പോൾ ഫൈസൽക്കാക്ക് 1000 നന്ദി ഫൈസൽക്ക. ശുക്രൻ ശുക്രൻ മാഷാ അല്ലാ. ഫൈസൽക്ക ഫാമിലി ഇവിടെ ഉണ്ടായതുകൊണ്ടേ നല്ല അടിപൊളി സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ടാവൂലേ. മാഷാ അല്ലാ. ഫൈസൽക്ക വൈറൽ അവൽ മിൽക്കിന്റെ അപ്പൊ അവലിന്റെ പിന്നെന്താ സ്പോൺസർ ഫൈസൽക്കാണ് അല്ലേ. മാഷാ അല്ലാ. എന്തായാലും സാധനം തട്ടാ അതൊന്ന് കുടിച്ചാ നമ്മളെ അവല് മിൽക്ക് കൊടുത്തിട്ട് ഇത് കൊടുത്തിട്ട് എന്താ പറയല് ചക്കരച്ചോറ് ഇത് അടിക്കണേ ആള് ഇത് അടിക്കണേ. സാധനം സൂപ്പർ അല്ലേ? ഓ ലൈറ്റ് ആയിട്ട് ഒന്ന് ചൂടാക്കണ കണ്ടല്ലോ ഒന്നും കൂടി സൂപ്പറാണ്. സാധനം സൂപ്പറാണ്. സാധനം പൊളിയല്ലേ? എന്തായാലും അബീബി ശുക്രാൻ ഈ ഇറച്ചി തന്നതിനും വൈസൽ തന്നെ മാഷാ അല്ലാ. വൈസൽക്കാ ശുക്രാൻ. ഇടയ്ക്കൊക്കെ ശ്യാമിനൊക്കെ ഇതേമാതിരി കൊടുത്തയച്ചോണ്ടി. എന്തായാലും ഇതിനും ശുക്രാന്. അപ്പൊ ഞാൻ ഇതൊക്കെ തിന്നട്ടെ എന്നാച്ച് പോയിക്കോ. ഓക്കെ അസ്സലാമു അലൈക്കും. അങ്ങനെ ഷിയാബ് തന്ന ഇറച്ചിയാണ് കേട്ടത്. അപ്പോൾ ഉള്ളൊരു ഒഴിവിന് നമ്മളിത് കട്ട് ചെയ്ത് വെക്കുകയാണ്. കാരണം നമ്മൾ ഡ്രൈവർമാരല്ലേ എപ്പോൾ വേണമെങ്കിലും പണി വരാം. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ച് കുറച്ച് നെയ്യും എല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കേസ് ഇപ്പോൾ മാത്രമേ എടുക്കുന്നുള്ളൂ. എനിക്കും ഇസ്മായിലിനും ഇബ്രാഹിമിനും അൻസാരി ബായിക്കും പിന്നെ ഷിയാബും ഞങ്ങളൊരു 5-6 ആൾ 7 ആൾ ഈ ഒരു കേസ് മതിട്ടെ നമുക്ക്. അപ്പോൾ ഇന്ന് ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഒരു ദിവസം അടുത്ത കേസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ പെട്ടെന്ന്.
2 hours later. അങ്ങനെ നമ്മുടേതാ സ്റ്റാർട്ട് ചെയ്ത് ഒരു ഒഴിവ് ടൈം ഇങ്ങനെ കിട്ടിയപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് നിന്നത്. മട്ടൻ നമ്മൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. സ്വാഭാവികമായിട്ട് ഉള്ളി വാട്ടി അങ്ങനെയല്ല, നമ്മൾ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മസാലകളും എല്ലാ മസാലകളും ഞാനിൻ്റെ ഇതിലിടുന്നതൊക്കെ ഞാൻ കാണിക്കാൻ വിട്ടുപോയി. ലാസ്റ്റ് മിക്സ് ചെയ്യുന്ന ടൈമിലാണ് വീഡിയോ എടുക്കാനുള്ളത് ഓർമ്മ വന്നത്. എന്തായാലും ഒന്നിച്ച് നമ്മൾ മിക്സ് ചെയ്തിട്ട് നല്ല നൈസാക്കിയിട്ട് വെക്കുകയാണ്. കുറച്ച് നേരം റെസ്റ്റ് വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, വേവിക്ക് അത്യാവശ്യം വെള്ളം ഇതിൽ തന്നെ ഇറങ്ങും. പിന്നെ അതിന് ശേഷം ആവശ്യാനുസരണം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട്, കാരണം നമ്മൾ കുക്കർ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലാണ് വേവിക്കുന്നത്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ആ ഒരു രീതിയിലാണ്. ഓക്കെ, എന്തായാലും നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഫുൾ സെറ്റാണ്. ഇനി നേരെ അടുപ്പ് നമുക്ക് കയറ്റി വെക്കാം. സാധനം കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിങ്ങനെ വെള്ളം അതിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരും. അതിന് ശേഷം ആവശ്യാനുസരണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്ത്, കണ്ടില്ലേ, കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനിയും വെള്ളം ഇറങ്ങും. വെള്ളം ഇറങ്ങിയതിന് ശേഷം പിന്നെ നമുക്ക് നോക്കാം. വാവ്, നല്ല ഏകദേശം ഇപ്പോൾ ഒരു ഹാഫ് വേവായിട്ടുണ്ട്. വീണ്ടും നമ്മൾ അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും വേവിക്കുകയാണ്. കാരണം എത്രത്തോളം നമുക്ക് നല്ല വേവിക്കണം, വേവിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് ഇറച്ചി നല്ല രീതിയിൽ പഞ്ഞി പോലെ വേവണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ടൈം എടുക്കും. അപ്പോൾ അതിലാണ് നമ്മൾ വേവിക്കണോണ്ടാട്ടെ. കുക്കറാണെന്നുണ്ടെങ്കിൽ ഒരു 4 വിസിലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ സംഭവം പരിവാവും. പക്ഷേങ്കിൽ അതില്ലാത്തത് കാരണം നമ്മളിങ്ങനെയാണ് ചെയ്യുന്നത്. 20 minutes later. അങ്ങനെ ഫൈനലി നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ് മക്കളെ. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് എനിക്ക് എൻ്റെ തോന്നുന്നത് എന്തോ മാതിരി, അത്ര സൂപ്പർ വെറൈറ്റി ആയിട്ടുണ്ട്. എന്തായാലും സംഭവം സെറ്റാണ്. ഇനിയിപ്പോൾ നമുക്ക് രാത്രി ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. അപ്പോൾ നമ്മളടുത്ത് വെച്ചിട്ട് നേരെ നമുക്ക് ഏതായാലും പുറത്തേക്ക് രാത്രി ഒരു പണി വന്നപ്പോൾ നേരെ ബേത്തിഷായി പോയിട്ട് 15 പൊറോട്ട വാങ്ങി. എല്ലാവർക്കും 2 വെച്ചിട്ടാണെങ്കിലും എക്സ്ട്രാ ഞാൻ ആർക്കെങ്കിലും കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ പൊറോട്ട വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാം. അങ്ങനെ ഞങ്ങൾ ഷിയാബ് കൊടുന്ന ആട് ഫൈസൽഖാൻ നന്ദിയിട്ടാ. ഞങ്ങൾ തന്ന ആട് ഞങ്ങൾ തിന്നുകൊണ്ടിരിക്കണതാ. ഓരത്ത് ഭയങ്കര കയറ്റലാണ്. 2 ആളെ കുറവുണ്ട്, അവർക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്താ സാധനം മക്കളെ, അതുകൊണ്ടല്ലോ അങ്ങനെ ഈശോയുടെ ഇറച്ചി ഇങ്ങനെ കൂട്ടിയിട്ട് എങ്ങനത്തെ ഇറച്ചി അറിയണ്ട, പഞ്ഞി പോലെയുള്ള ഇറച്ചി. അതും ഈ പൊറാട്ടയും ഇങ്ങനെ ചുറ്റിയിട്ട് തിന്നുമ്പോണ്ടല്ലോ എൻ്റെ മക്കളെ. സൂപ്പർ. ഇതൊന്ന് തീർക്കട്ടെ ഞങ്ങൾ. ഒന്നും പറയാനില്ല. ഹായ്, അപ്പോൾ നെക്സ്റ്റ് ടൈം കേട്ടോ. ഇന്നലെ ശരിക്ക് ഫുഡ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഓരോരോ കാര്യങ്ങൾ സംസാരിച്ച് ഒരുപാട് നേരമായി. പിന്നെ നമ്മൾ നേരെ പോയി കിടന്നുറങ്ങി. അപ്പോൾ ഇന്നലെ വീഡിയോ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും അടിപൊളിയായിരുന്നു. ഫുഡൊക്കെ അടിപൊളിയായി. എന്താ പറയുക, ഞാൻ ഫസ്റ്റ് ട്രൈ ആണ് മട്ടൻ ഉണ്ടാക്കണമെങ്കിലും സംഭവം സൂപ്പറായിക്കണ്. ഞാൻ ഇന്നെ തന്നെ പൊന്തിച്ച് പറയാമെന്ന് വിചാരിച്ചിരുന്നത്. സംഭവം പൊളിയത്. എന്തായാലും അടിപൊളി ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങൾ. നെക്സ്റ്റ് ഡേ ഡ്യൂട്ടിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഡ്യൂട്ടി ഇതാ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വണ്ടിയിൽ കയറി ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ, അടുത്തൊരു നല്ലൊരു വീഡിയോ ഇട്ടിരുന്നായിരിക്കും. ബൈ ബൈ.